Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon. Good afternoon. Discharge process വായിച്ചു നോക്കിയോ? Yes, Okay. Yes, ma'am. മനസ്സിലാവുന്നുണ്ടോ വായിച്ചിട്ട്? ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ഓക്കെ, AMA ഡിസ്ചാർജ് വരെ ആയിരുന്നു ഞാൻ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? രോഗി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നതിനെയാണ് നമ്മൾ AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. 3 കാരണങ്ങൾ കൊണ്ടാണ് AMA സംഭവിക്കുന്നത് അല്ലെ? എങ്ങനെയൊക്കെയാ? വെറൈറ്റി ഓഫ് റീസൺ ഉണ്ട് അല്ലെ? ഇൻക്ലൂഡിംഗ് എ ഡിസൈർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി, ഡിസഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി AMA ഫോം കണ്ടെയ്ൻസ്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ വെറുതെ അവരെ പറഞ്ഞു വിടില്ല. ഓക്കെ, അതായത് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവരെ പറഞ്ഞയക്കുന്നത്. അപ്പൊ അതിനൊരു ഫോം ഉണ്ട് കേട്ടോ, കൺസെന്റ് ആണത്. ഓക്കെ, കൺസെന്റ് ഫോം എന്നാണ് അത് അറിയപ്പെടുന്നത്. AMA കൺസെന്റ് ഫോം എന്നാണ് ആ ഫോം അറിയപ്പെടുക. അപ്പോ ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രോഗി എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. ഓക്കെ, I am leaving the hospital ward against the medical advice. Doctor explained to me about my disease condition and ill effects of discharge medical advice. Doctors, hospital and staff will not be responsible for any ill effects that might happen after my departure. ഇവിടെ പറയുന്ന എന്താണ്, അതായത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ്, അതായത് ഡോക്ടറുടെ അഡ്വൈസിനെതിരായിട്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചും ഞാൻ പോയാല് എനിക്ക് വരുന്ന ദൂഷ്യഫലങ്ങള്, ഇൽ എഫക്ട്സിനെ കുറിച്ച് ഡോക്ടർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക്, അതായത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ രോഗി കോമാവസ്ഥയിലാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ഈ ഹോസ്പിറ്റലോ ഇവിടെ എന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടറോ നേഴ്സോ ഒന്നും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അതാണ് AMA ഫോമില് അടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഫോമില് രോഗി എഴുതി കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പോകുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചും എന്റെ ഇൻഡി ഇഫക്റ്റിനെ കുറിച്ചും, അതായത് ഞാൻ പോയി കഴിഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഡോക്ടറോ നഴ്സോ ഹോസ്പിറ്റലോ എന്റെ, അതായത് ഞാൻ എന്ത് സംഭവിച്ചാലും അതിനവര് ഉത്തരവാദികളായിരിക്കില്ല എന്നാണ് ഈ ഫോമില് പേഷ്യന്റ് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, നെയിം ഓഫ് ദ പേഷ്യന്റ് റിലേറ്റീവ്. ഒന്നുകിൽ ഈ ഒരു ഫോം എഴുതുന്നത് അല്ലെങ്കിൽ ഈ ഒരു AMA ഫോം എഴുതുന്നത് പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ് ആയിരിക്കാം. ഓക്കെ, പേഷ്യന്റ് ഓർ പേഷ്യന്റ് റിലേറ്റീവ് ആരുമായിക്കൊള്ളട്ടെ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കാം. ദെൻ റിലേഷൻ, പേഷ്യന്റ് റിലേറ്റീവ് ആണെങ്കിൽ റിലേഷൻ എഴുതണം. ഇപ്പോ അച്ഛനാണ് വയ്യാഴികയെങ്കിൽ, അച്ഛനാണ് ഇങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ മകനാണ് കൺസെന്റ് ഫോം സാധാരണ എഴുതി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ മകനാണെന്നുള്ള ഒരു റിലേഷൻ അവിടെ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയുള്ള റിലേഷൻ അവിടെ എഴുതിയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ സിഗ്നേച്ചർ, കൺസെന്റ് ഫോം എഴുതിയ വ്യക്തിയുടെ സിഗ്നേച്ചർ വേണം. ദെൻ ഡേറ്റ്, എന്നാണ് AMA വാങ്ങിച്ച് രോഗി പോകുന്നത് ആ ഒരു ഡേറ്റ് വേണം. ദെൻ ടൈം, അതായത് ഏത് സമയത്താണ് ആ രോഗി പോകുന്നത്, എപ്പോഴാണ്, ഡേറ്റ് ടൈം സഹിതം എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തി ഇരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? AMA ഫോം ക്ലിയർ ആണോ? ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, HMA ഫോമിൽ വരുന്നത് കേട്ടോ. നെയിം ഓഫ് പേഷ്യന്റ്, റിലേറ്റീവ്, റിലേഷൻ, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം, അതുകൂടാതെ പേഷ്യന്റിന്റെ റീസൺ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നും കൂടിയാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. രോഗിയെ മറ്റൊരു ആരോഗ്യ പരിപാലന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. എയ്തർ ആസ് എ റെഫറൽ ഓർ ആസ് ബൈ പേഷ്യന്റ് റിക്വസ്റ്റ്, transfer to another health facility refer to the process of moving a patient from one hospital or healthcare facility to another, usually for the purpose of getting specialized medical care or services that are not available at the present facility. The transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be requested by the patient or their family due to valid reason. A physician's referral form is used to patients to a specialist for medical treatment while transferring to another hospital. Okay. അതായത് ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, നിലവിലെ പേഷ്യന്റ് ചികിത്സയിൽ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇത് ചെയ്യുന്നത് ഒന്നുകിൽ ഫിസിഷ്യൻ ആകാം. ഓക്കെ, ഒന്നുകിൽ ഫിസിഷ്യൻ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യന്റോ പേഷ്യന്റ് റിലേറ്റീവോ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ മേടിക്കാം. അവര് നിർബന്ധപൂർവ്വം അവർക്ക് അവിടെ നിന്ന് പോണെന്ന് പറയാം. ഫിസിഷ്യൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അവര് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിലവില് ആ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പോരാതെ വരികയാണെങ്കിലാണ് ഫിസിഷ്യൻ നേരിട്ട്, ഡോക്ടർമാർ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ രോഗി അവിടെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ആ ഹോസ്പിറ്റലില് ആ രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക, അതാണ് ഒരു കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമതൊരു കാരണം വരുന്നത് സ്പെഷ്യലൈസ്ഡ് കെയറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ രോഗിയെ ചികിത്സിക്കുമ്പോൾ അവർക്ക്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പൊ ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യന്റ് ആണെങ്കിൽ, അയാളുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അതായത് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RCC പോലുള്ള ഹോസ്പിറ്റല്, ട്രിവാൻഡ്രത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്റർ പോലുള്ള ഹോസ്പിറ്റലൊക്കെ എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോ ഒരു കാരണം എന്ന് പറയുന്നത് ഫിസിഷ്യൻ നേരിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യും. അത് ഫെസിലിറ്റീസ് പോരാതെ വരികയും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ് എന്ത് ചെയ്യുന്നു, നിർബന്ധപൂർവ്വം ട്രാൻസ്ഫർ മേടിക്കുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതായത് ആ ഒരു സൗകര്യം, അവിടെയുള്ള ഫെസിലിറ്റീസ് പോരായ്മ കൊണ്ടായിരിക്കാം, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫറിങ് ഹോസ്പിറ്റലിൽ നടത്തുന്നത്. ഇനി ട്രാൻസ്ഫർ മേടിച്ചു പോകുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, അതായത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഒരു റെഫറൽ ഫോം എന്ത് ചെയ്യണം, പേഷ്യന്റിന് കൊടുത്തിരിക്കണം. ഓക്കെ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് റെഫറൽ ഫോം, അതായത് ഡോക്ടർ അയാളുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോമാണിത്, റെഫറൽ ഫോം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം, ഏത് ഹോസ്പിറ്റലാണോ പോകാൻ പോകുന്നത് അവിടെ കൊണ്ടുചെന്ന് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് തുടർ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ അവിടെ പറയുന്നത്. ക്ലിയർ ആണോ? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ക്ലിയർ ആയോ? ഓക്കെ. The next one, discharge to hospice or palliative care. അതായത്
പേഷ്യന്റിനെ സാന്ത്വന പരിചരണ കേന്ദ്രം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുമല്ലോ, നമ്മള് സാന്ത്വന പരിചരണ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് ഡിസ്ചാർജ് നടക്കുന്നത്? അതായത് തീവ്രമായിട്ടുള്ള രോഗങ്ങളുള്ള ചില ആളുകളുണ്ട് അല്ലെ, അതായത് കിടപ്പിലായ രോഗികളുണ്ട്, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗം ബാധിച്ചിട്ട് കഴിയുന്ന പേഷ്യൻസ് ഉണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് മാറ്റും, ഈ ഒരു പാലിയേറ്റീവ് കെയറിലോട്ടാണ് മാറ്റുക. കാരണം എന്താ, അവർക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യണം, അവർക്ക് കെയർ ആവശ്യമായിട്ട് വരും. അപ്പൊ അവരെ നോക്കാനായിട്ട് അവർക്ക് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് കെയർ മാത്രമല്ല കൊടുക്കുന്നത്, അതിന്റെ കൂടെ അവർക്ക് ധാരാളം പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വയ്യാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രായമായിട്ട് അസുഖം അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം രോഗങ്ങളുമായിട്ട് പോരാടുന്ന കുറെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്, വയ്യാത്ത പേഷ്യൻസ് ഒക്കെ. അവരൊക്കെ ആകുമ്പോൾ അവർക്ക് എപ്പോഴും പെയിൻ അനുഭവപ്പെടും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ അവരുടെ പെയിൻ റിലീഫ് ചെയ്യാനും അവരുടെ ആ സിംറ്റംസ് ഒക്കെ എന്താണെന്ന് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പാലിയേറ്റീവ് കെയർ പോലുള്ള സെന്ററുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഫിസിക്കൽ സപ്പോർട്ട് മാത്രമല്ല ഇങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കുന്നത്, മെന്റൽ സപ്പോർട്ടും കൂടിയാണ് കൊടുക്കുന്നത്. മാത്രമല്ല അവരുടെ ഒരു വീട് പോലെ, അവരുടെ കുടുംബം പോലെ എന്ത് ചെയ്യാം, അവിടെ താമസിക്കാനും പറ്റും. അവരങ്ങനെയാണ് അവരെ കെയർ ചെയ്യുന്നത്. ലൈഫ് ലോങ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ് ആയിട്ട് വരുന്നത് കേട്ടോ, പാലിയേറ്റീവ് കെയർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 ടൈപ്പ് ഡിസ്ചാർജ് പഠിച്ചു. 1 റൂട്ടീൻ ഡിസ്ചാർജ്, 2 AMA ഡിസ്ചാർജ്, 3 ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആൻഡ് 4th one ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽസ് ഓർ പാലിയേറ്റീവ് കെയർ. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. Things you can implement right away to remove the obstacles in your discharge process and improve revenues. ഇവിടെ പറയുന്നത് ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഡിസ്ചാർജ് പ്രോസസ്സില് ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള തടസ്സങ്ങളൊക്കെ നീക്കുന്നതിനും, റിമൂവ് ദ ഒബ്സ്റ്റാക്കിൾസ്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം ആണ്. അതായത് ഹോസ്പിറ്റലില് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യന്റിന് എന്ത് വന്നാലും എന്ത് ചെയ്യണം, ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, അവിടെ കെട്ടിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പോ ആ ഒരു ഡിസ്ചാർജ് ചെയ്തു പോകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ബില്ലുകളൊക്കെ എന്താണ് പെട്ടെന്ന് എന്താ പ്രിന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബില്ലുകൾ പെട്ടെന്ന് എടുക്കാനും രോഗിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനും ഒക്കെ സാധിക്കണം. അപ്പൊ കാര്യക്ഷമമായിട്ടുള്ള ഒരു ബില്ലിംഗ് സംവിധാനം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, അതായത് രോഗിയുടെ ഇലക്ട്രോണിക് ചാർട്ടുകള് അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, കീപ്പ് ചെയ്യണം. അത് സുരക്ഷിതമായിട്ട് വെക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെയാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. അഡ്മിഷൻ സമയത്ത് ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് അവിടെ നടത്തണം. ഒരു രോഗി ചിലപ്പോ എന്തെങ്കിലും രോഗമായിട്ട് വരുമ്പോൾ, എന്തെങ്കിലും ഡിസീസ് ആയിട്ട് വരുമ്പോൾ ഡോക്ടർമാർക്ക് അറിയാം അല്ലെ, കാരണം ഇയാൾ ഇത്ര ദിവസം ഇവിടെ കിടത്തി ചികിത്സിച്ചാലാണ് ഇദ്ദേഹത്തിന്റെ രോഗം ഭേദമാകാന്ന്. അപ്പൊ ഓൾറെഡി അവർക്ക് എന്തുണ്ടാവും, ഒരു പ്ലാൻ ഉണ്ടാവും. ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, രോഗിയെ വിടുള്ളൂ എന്നൊരു പ്ലാൻ അവർക്ക് ഉണ്ടാവും. അപ്പൊ പേഷ്യന്റ് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. ഡിസ്ചാർജിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി ഇരിക്കണം. ദെൻ നാലാമത്തെ പോയിന്റ് ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. രോഗികൾക്ക് വാർഡിൽ കൊടുക്കുന്ന പരിചരണം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക.
ധാരാളം രോഗികൾ അഡ്മിറ്റ് ആവുമല്ലോ വാർഡിലൊക്കെ. അഡ്മിഷൻ സമയത്ത് ധാരാളം രോഗികൾ അഡ്മിറ്റ് ആവും. അവർക്ക് എല്ലാവർക്കും മതിയായിട്ടുള്ള കെയർ ആണോ അവിടെ കൊടുക്കുന്നതെന്ന് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ. ദെൻ ഫിഫ്ത് പോയിന്റ്, ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ചും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ബെഡ് ഇല്ലാതെ വരിക എന്നുള്ളത് എന്താ പറയാ, അത് ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നില്ല അല്ലെ. പേഷ്യൻസിനെയൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെ എന്ത് വേണം, ബെഡിന്റെ അവൈലബിലിറ്റി നിർബന്ധമായിട്ട് വേണം. അപ്പോ ബെഡ് മാനേജ്മെന്റ്, അതായത് ബെഡുകൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ബെഡുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. Then sixth point, ensure discharge medication reaches the ward ASAP. ASAP എന്ന് പറയുന്നുണ്ട് കേട്ടോ. ASAP എന്ന് പറയുന്നത് as soon as possible എന്നാണ്. as soon as possible കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. as soon as possible. എന്താണ് അതിന്റെ മീനിങ് വരിക? as soon as possible ഒന്ന് കമന്റ് ചെയ്തേ. മീനിങ് എന്താ വരിക as soon as possible? മീനിങ് എന്താ വരിക? കമന്റ് ചെയ്ത ആരെങ്കിലും as soon as possible. എത്രയും പെട്ടെന്ന് അല്ലെ, എത്രയും പെട്ടെന്ന് എന്നാണ് അസാപ്പ് അഥവാ as soon as possibleന്റെ മീനിങ് ആയിട്ട് വരിക. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് ensure discharge medication reach the ward as soon as possible. ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ, അതായത് വാർഡിൽ എന്ത് ചെയ്യുക, അദ്ദേഹം താമസിക്കുന്ന വാർഡില് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, മെഡിക്കേഷൻസ് എത്തിച്ചു കൊടുക്കുക. ഓക്കെ. പോകാനായിട്ട് നിൽക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ച് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, മെഡിക്കേഷൻസ് അവരുടെ അടുക്കൽ എന്ത് ചെയ്യണം, കൊണ്ടുചെന്ന് എത്തിക്കണം. അതാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ, എത്രയും പെട്ടെന്ന്. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പൊ ഒരു 6 പോയിന്റ് പറഞ്ഞല്ലേ ഞാൻ. എന്തിനൊക്കെയാ? അതായത് ഡിസ്ചാർജ് സമയത്തുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും ഹോസ്പിറ്റലിന്റെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനകത്ത് ആദ്യത്തെയാണ് എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം. രണ്ടാമത്തേത് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മൂന്നാമത്തേത് ഡിസ്ചാർജ് പ്ലാനിംഗ് ഡ്യൂറിംഗ് അഡ്മിഷൻ. ഫോർത്ത് വൺ ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. ഫിഫ്ത് വൺ ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. And sixth one, ensure discharge medication reaches the ward ASAP. Okay. Okay. Efficient billing system. നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, നമ്മള് ഡിസ്ചാർജ് ആയി പോകാൻ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ബില്ല് തരുന്നത് അല്ലെ. അത് കാര്യക്ഷമമായിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ ഒരു ഡിസ്ചാർജ് പ്രോസസ്സിനെ സംബന്ധിച്ച് എന്താണ് എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ASAP എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആസ് സൂൺ ആസ് പോസിബിൾ, അതാണ് ASAP എന്ന് പറയുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് മെഡിക്കേഷൻസ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസിന്റെ അടുത്ത് അവരുടെ മെഡിക്കേഷൻസ് എത്രയും പെട്ടെന്ന് എത്തിക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്തത് നോക്കൂ കേട്ടോ. പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഓക്കെ. അതായത് ഡിസ്ചാർജ് പ്രോസസ്സിന്റെ പോളിസികളും നടപടിക്രമങ്ങളും എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഡിസ്ചാർജ് പ്രോസസ്സിന്റെ പോളിസികളും അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്. പോളിസി എന്ന് പറഞ്ഞാൽ നയങ്ങള്, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഡിസ്ചാർജ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസ്ചാർജ് പോളിസി ആൻഡ് പ്രൊസീജിയറിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. ഇവിടെ പർപ്പസ് കൊടുത്തിട്ടുള്ളത് ഉദ്ദേശം എന്നാണ് പർപ്പസിന്റെ മീനിങ് വരിക.
to provide guidelines for the discharge of inpatient from hospital. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻപേഷ്യന്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന വ്യക്തികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നൽകുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിന് ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ പർപ്പസ് ആയിട്ട് വരുന്നത്? ഡിസ്ചാർജ് പോളിസി ആൻഡ് പ്രൊസീജിയറിന്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ പോളിസി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക്, എന്തൊക്കെയാണ് ഡിസ്ചാർജ് പോളിസികളിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൾ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing the most favorable resources. അതായത് പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ് കൊടുക്കുന്നത് അവിടെയുള്ള റിസോഴ്സസ് വെച്ചിട്ട്, അതായത് ഹോസ്പിറ്റലിലുള്ള വിഭവങ്ങൾ റിസോഴ്സസ് വെച്ചിട്ട് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കണം പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നത്. കാരണം പേഷ്യന്റിനെ നമ്മൾ അധികം വെയിറ്റ് ഒന്നും ചെയ്യിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അവരുടെ ഡിസ്ചാർജ് അതായത് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അധികം വെയിറ്റ് ഒന്നും ചെയ്യിപ്പിക്കാതെ എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്ചാർജ് പ്രോസസ്സ് നടത്തിയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, an authorized hospital discharge shall only made by an order from the primary consultant. However, a patient may discharge himself, herself against medical advice. Okay, അതായത് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത് ഫിസീഷ്യന്റെ ഓർഡർ പ്രകാരമാണ് ലഭിക്കുന്നത്. ഓക്കെ, ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശം, അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ വരാം, എന്താണ് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ എന്താണ് അതിന് ആൻസർ വരിക? അതായത് ഒരു പ്രൈമറി കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ഫിസീഷ്യന്റെ ഓർഡർ ആണെന്ത് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്, അല്ലെ? അവരുടെ സമ്മതമില്ലാതെ നമുക്ക് എന്ത് കിട്ടില്ല, ഡിസ്ചാർജ് കിട്ടില്ല. അപ്പൊ ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത് പ്രൈമറി കൺസൾട്ടന്റിന്റെ അഡ്വൈസ് പ്രകാരമാണ് ലഭിക്കുന്നത്. ഇനി എന്നിരുന്നാലും ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ഹൗവർ എന്ന് പറയുന്നുണ്ട്, എ പേഷ്യന്റ് മേ ഡിസ്ചാർജ് ഹിംസെൽഫ് ഹെർസെൽഫ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ചില പേഷ്യൻസ് എന്ത് ചെയ്യാം, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ വിട്ട് പോകാം. ഓക്കെ, അതിനെ ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയില്ല. ഓക്കെ, അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് പോകുന്നതാണ്, അല്ലെ? അപ്പൊ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ് അവിടെ ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു പ്രൈമറി കൺസൾട്ടന്റ് ആണ് അതവിടെ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, the consultant or his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. Okay, അതായത് ഒന്നില്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ കൺസൾട്ടന്റ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ആകുന്ന പേഷ്യന്റിന്റെ എല്ലാ റെക്കോർഡുകളും എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഡിസ്ചാർജ് സമയത്ത് ഒന്നില്ലെങ്കിൽ ഡോക്ടർ പേഷ്യന്റിന്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി പേഷ്യന്റിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം, അയാളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അതായത് റിപ്പോർട്ട് ചെയ്ത് ഫയലില് രേഖപ്പെടുത്തണം. ഓക്കെ, അത് ഡോക്ടർ തന്നെ ആകണം എന്ന് യാതൊരു നിർബന്ധമില്ല, ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും ആകാം. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് കേട്ടോ, a discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത് എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നുണ്ട്. എല്ലാ പേഷ്യൻസിനും, ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നുണ്ട്. ഏത് സമയത്താണ് അത് അവർക്ക് കൊടുക്കുന്നത്? അത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സമയത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും അല്ലെ, ഒരു തവണയെങ്കിലും അഡ്മിറ്റ് ആവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്ന സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഒരു ഡോക്ടർ ആയിരിക്കില്ല,
നഴ്സായിരിക്കും ചിലപ്പോൾ നമുക്കത് തരിക. ഓക്കെ, പക്ഷെ അത് എഴുതുന്നത് ആരാ? ഡോക്ടർ എഴുതാം. ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്, രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഡോക്ടറാണ്. ആ ഒരു ഡിസ്ചാർജ് സമ്മറി നമുക്ക് പോകാൻ നേരത്താണ് എന്ത് ചെയ്യുന്നത്? തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഡിസ്ചാർജ് സമ്മറി? നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഇവിടെ പ്രത്യേകം എന്താ പറയുന്നത്? അത് എല്ലാ രോഗികൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ഓക്കെ. Then fifth point, the ward sister shall be the responsible person to ensure compliance with the policy like billing, duration to finish a discharge process. അതുപോലെ തന്നെ വാർഡ് സിസ്റ്റർക്ക് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ നമ്മളൊരു വാർഡിലാണ് കിടക്കുന്നതെങ്കിൽ ആ വാർഡിൽ അല്ലെങ്കിൽ റൂമിലോ ആയിക്കോട്ടെ, നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. അപ്പോ അവിടെയുള്ള ആ ഒരു വാർഡ് സിസ്റ്റർക്ക് നമ്മുടെ ചില കാര്യങ്ങൾ എന്തുണ്ട്? ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ബില്ലിങ്, അതുപോലെ തന്നെ ഡിസ്ചാർജിന് എത്ര സമയം വരുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വാർഡ് സിസ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നു, നമ്മൾക്ക് ഡിസ്ചാർജ് തന്നു. ഓക്കെ, പിന്നീട് ഡോക്ടർ എന്താ ചെയ്യാം? ഡോക്ടറുടെ ഒരു റൂമിൽ പോവുക അല്ലെ, അല്ലെങ്കിൽ ആ വാർഡിന് അനുബന്ധിച്ച് ഡോക്ടർക്ക് ഒരു പ്രത്യേക റൂം ഉണ്ടാകും. ആ റൂമിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആയവരുടെ സമ്മറി, ഡിസ്ചാർജ് സമ്മറി എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. അതെന്ത് ചെയ്യും? സിസ്റ്റർക്ക് കൈമാറും അല്ലെ. പക്ഷെ നമുക്ക് അപ്പൊ പോരാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, പോരാൻ പറ്റുമോ നമുക്കപ്പൊ തന്നെ? ഡിസ്ചാർജ് സമ്മറി എഴുതി കഴിഞ്ഞു, നമുക്ക് പോരാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഡിസ്ചാർജ് സമ്മറി നമ്മുടെ കയ്യിൽ കിട്ടണം, എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ? പോരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് കിട്ടണ വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. വെയിറ്റ് ചെയ്തു. ഇപ്പൊ രാവിലെയാണ് ഡോക്ടർ വന്നത്, ഉച്ചയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് ഡിസ്ചാർജ് സമ്മറി കിട്ടിയിട്ടില്ല, നമ്മളോട് പോവാനും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്ററോട് ചോദിക്കും, എന്തായി, എനിക്ക് എപ്പോഴാണ് പോവാനായിട്ട് സാധിക്കുക? അപ്പൊ സിസ്റ്റർ വേഗം കോൾ ചെയ്യും അല്ലെ, ടെലിഫോണിൽ കോൾ ചെയ്യും, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാന്ന് പറയും. അപ്പൊ കോൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ബില്ലായിട്ടില്ലെന്ന് പറയും. ഓക്കെ, ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതായിട്ട്, അതാണ് ഞാൻ പറയുന്നത്, ബില്ലായിട്ടില്ല എന്ന് പറയും. ഓക്കെ, അപ്പോ ബില്ലിങ്ങും അതുപോലെ തന്നെ ഡിസ്ചാർജിന് എത്ര സമയം വേണ്ടി വരുന്നു, അതായത് നമ്മൾ മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെ, നമ്മുടെ കൂടെ മറ്റു പല പേഷ്യൻസ് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യപ്പെടാം അല്ലെ, അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ള പേഷ്യൻസ് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യപ്പെടാം. അപ്പൊ എല്ലാവരും കൂടി ആകുമ്പോൾ എന്താണ്? നമുക്ക് ബില്ലൊക്കെ അടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സമയം എന്താണ്? കൂടുതലായിട്ട് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ ബില്ലായിട്ടില്ല എന്ന് പറയുന്നത്. കാരണം എന്താ? മറ്റുള്ളവരുടെ ബില്ലവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ ബില്ലിങ് അതുപോലെ തന്നെ ഡിസ്ചാർജിന് എത്ര സമയം വേണ്ടി വരുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ അന്വേഷിക്കേണ്ടത് ആരാണ്? വാർഡ് സിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അവരെ ചെന്ന് ശല്യപ്പെടുത്തുന്നത് അല്ലെ. സിസ്റ്റർ എപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റുക? എപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് പോവാന്ന്? നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്നായിരിക്കും അല്ലെ. അവിടെ കിടക്കാനായിട്ട് ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഇല്ല അല്ലെ. എത്രയും പെട്ടെന്ന് ആ ദിവസം വരാനായിട്ട് നമ്മൾ കാത്തിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കേട്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Sixth point, the discharge summary shall contain all patient details. അപ്പൊ ഡിസ്ചാർജ് സമ്മറി ഞാൻ പറഞ്ഞു ഡോക്ടറാണ് എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ആ ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ഓക്കെ, അയാളുടെ മെഡിക്കേഷൻസ് ഉണ്ടാകും, അയാൾ വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ എന്തിലുണ്ടാകും? ഡിസ്ചാർജ് സമ്മറിയില് ഉണ്ടാകും. അതാണ് കേട്ടോ ആറാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെവൻത് പോയിന്റ് ആണ്. ഇൻ കേസ് ഓഫ് ഡെത്ത്, ദ ഡിസ്ചാർജ് സമ്മറി മസ്റ്റ് ഇൻക്ലൂഡ് ദ കോസ് ഓഫ് ഡെത്ത്. ഓക്കെ, ഇനി അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് അയാൾ മരണപ്പെടുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ മരണപ്പെടുമ്പോൾ ഡിസ്ചാർജ് സമ്മറിയില് മരണകാരണം രേഖപ്പെടുത്തണം. ഓക്കെ, ചികിത്സയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു പേഷ്യന്റ്, അദ്ദേഹം പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ടോ അല്ലെങ്കിൽ സെറിബ്രൽ ഹെമറേജ് വന്നിട്ടോ മരണപ്പെടുക എന്ന് വിചാരിക്കാം. ഓക്കെ, ചികിത്സയിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതാണിത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഒരു കാരണം എന്താണ്, അതിന്റെ റീസൺ എന്ന് എന്ത് ചെയ്യണം? ഡിസ്ചാർജ് സമ്മറിയില് രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, then 8th point,
the nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient. Family understanding shall be recorded in document on discharge checklist by getting signed by the patient family. അതുപോലെ തന്നെ നഴ്സിന് വേറൊരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട്. അതാണ് 8th പോയിന്റിൽ പറയുന്നത് കേട്ടോ. അതായത് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കേണ്ടതും രോഗിക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഡിസ്ചാർജ് സമ്മറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും നഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞാല് ഒരു വാർഡിൽ തന്നെ പല പേഷ്യൻസിനെയും ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഡിസ്ചാർജ് സമ്മറി ഡോക്ടർ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം, ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരുടെയും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൂടാതെ ഡോക്ടർ കൊടുക്കുന്ന ഡിസ്ചാർജ് സമ്മറി ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന് അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതിനകത്തുള്ളിൽ, അതായത് ഡോക്ടറിന്റെ ഭാഷ എന്ന് പറയുന്നത് രോഗികൾക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതല്ല അല്ലെ. അപ്പൊ ഇത് എന്താണ് ഇതിനകത്തുള്ളിൽ, എന്തൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയണം? പേഷ്യൻസിന് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇത് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളാണെന്ന് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അത് നഴ്സാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അത് മാത്രമല്ല, അത് അവരെ വായിച്ച് കേൾപ്പിക്കുന്നു. ഇന്ന കാര്യങ്ങളാണ്, ഇന്ന മെഡിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? അതായത് അവർ ആ കാര്യങ്ങൾ കേട്ടു എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നഴ്സ് എന്ത് ചെയ്യണം? അതായത് അവരുടെ നിന്ന് സൈൻ ചെയ്തുകൊണ്ട് അതൊരു ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തണം. അവരൊരു സൈൻ ചെയ്യണം. അതായത് നമ്മൾക്ക് പറയാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കേൾക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ വായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൈപ്പറ്റുകയൊക്കെ ചെയ്താൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ചാക്ക് അരി അല്ലെങ്കിൽ അതിനെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കും. ഒരു വാർഡിൽ ഒരു കുടുംബത്തിനാണെന്ന് വിചാരിക്കാം. നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം അല്ലെ, ഒപ്പിട്ട് കൊടുക്കണം അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളത് കൈപ്പറ്റിന്ന് ഉള്ള ഒരു രേഖയാണത്. അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. നഴ്സിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വായിച്ചു തരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സൈൻ ചെയ്ത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, 9th point, patients who request discharge against medical advice shall be explained the risk and informed consent policy. ഇനി പേഷ്യൻസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്കിനെ പറ്റി, അതായത് അവർക്ക് ഉണ്ടാകുന്ന ഇൽ എഫക്ട്സിനെ പറ്റിയും അതുപോലെ തന്നെ അവർ സൈൻ ചെയ്ത് കൊടുക്കുന്ന കൺസെന്റ് പോളിസിയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പേഷ്യന്റിന് മനസ്സിലാക്കി കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നതെങ്കിൽ അതിന് റിസ്കിനെ പറ്റിയും കൺസെന്റ് ഫോമിനെ കുറിച്ച് എന്ത് ചെയ്യണം? വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, then 10th point, patients who leave hospital against medical advice are to be explained on the consequence of LAMA and signature to be obtained in LAMA form in inpatient record. Okay. ഇനി പേഷ്യന്റ് നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലിൽ വിട്ട് പോവുകയാണെങ്കിൽ അതായത് അതിന്റെ കോൺസിക്വൻസ് എന്ത് ചെയ്യണം? ലാമ പേഷ്യൻസ് കേട്ടോ. ലാമ എന്ന് പറയുന്നത് എന്താ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണത് ലാമ എന്ന് പറയുന്നത്. ഓക്കെ, ലാമ പേഷ്യൻസിനോട് എന്താ പറയാ, അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇൻ പേഷ്യന്റ് റെക്കോർഡില് അവരുടെ സൈൻ വാങ്ങിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആണോ? 10 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ക്ലിയർ ആയോ? 10 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഏതാണ് ഒന്നുകൂടെ പറയണ്ടേ? ഓക്കെ, 10 പോയിന്റും ഒന്നും കൂടി ഞാൻ ഒന്ന് ചുരുക്കിയിട്ട് പറയാം കേട്ടോ. ഒന്നും കൂടി ചുരുക്കി പറയാം. ആദ്യം തുടങ്ങി ഒന്നുകൂടി ഷോർട്ട് ആയിട്ട് പെട്ടെന്ന് ഓടിച്ചു പോവാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ഡിസ്ചാർജ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യേണ്ട ഒന്നാണ്.
ഹോസ്പിറ്റലിലെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്ചാർജ് പ്രോസസ്സ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യേണ്ടത്. ദെൻ ലാമ എന്ന് പറയുന്നത് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ. ലീവ് എഗെയിൻസ്റ്റ്, ഞാൻ കുറച്ച് അബ്രിവിയേഷൻസ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു AMA ബന്ധപ്പെട്ട് കുറച്ച് അബ്രിവിയേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആൾ ഡിസ്ചാർജ് സമയത്ത് രോഗിയുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, രേഖപ്പെടുത്തി ഇരിക്കണം. ദെൻ നാലാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സമ്മറി എല്ലാ പേഷ്യൻസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യും. അത് ഡിസ്ചാർജ് സമയത്താണ് രോഗിക്ക് കൊടുക്കുക. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, വാർഡ് സിസ്റ്റർക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണെന്ന് ബില്ലിങ്, അതുപോലെ തന്നെ ഡിസ്ചാർജിന്റെ സമയം എത്രയാണ് വരുന്നതെന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തേണ്ടത്. ദെൻ ആറാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് സമ്മറിയില് എല്ലാ വിവരങ്ങളും, രോഗിയുടെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും. ഇനി ഏഴാമത്തെ പോയിന്റ്, രോഗിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ മരണകാരണം നിർബന്ധമായും ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തി വെക്കണം. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി വിവരിച്ചു കൊടുക്കേണ്ടത് ആരാണ്, അത് നഴ്സാണ്. വിവരിച്ചു കൊടുത്തതിന് ശേഷം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവരുടെ സൈൻ എന്ത് ചെയ്യണം, ഇൻപേഷ്യന്റ് റെക്കോർഡിൽ രേഖപ്പെടുത്തണം. ഒമ്പതാമത്തെ പോയിന്റ്, നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങുന്ന പേഷ്യൻസിന് റിസ്കിനെ പറ്റിയും അതുപോലെ തന്നെ കൺസെന്റിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ പത്താമത്തെ പോയിന്റ്, ലാമ പേഷ്യൻസ്, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്ഡ് ആയിട്ടുള്ള ആ പേഷ്യൻസ് അങ്ങനെ പോകുമ്പോൾ അവരുടെ സൈൻ എന്ത് ചെയ്യണം, ഇൻ പേഷ്യന്റ് റെക്കോർഡിൽ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നോട്ടൊക്കെ കയ്യിലുണ്ടല്ലോ. കുറച്ച് അബ്രീവിയേഷൻസ് ഉണ്ട് കേട്ടോ, അതൊന്ന് എഴുതിയെടുക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് AMA ഉണ്ട്, പലതരത്തിലുള്ള AMA ഉണ്ട്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. അതിനകത്ത് ആദ്യത്തേതാണ് ലാമ. ലാമ കേട്ടോ, ലാമ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Leave against medical advice. Leave against medical advice. Lama, leave against medical advice. Okay. ഇനി അടുത്തത് ഡാമ, DAMA. DAMA, ഡാമ എന്തായിരുന്നു അത് അറിയാം അല്ലെ, നോട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Then അടുത്തത് സാമ, SAMA, സാമ, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. Signing out against medical advice. Next one, DAOR. DAOR. Discharge at own risk. OWN, on risk. സാരമില്ല, പിന്നെ എഴുതിയാൽ മതി കേട്ടോ, പിന്നെ റെക്കോർഡ് കേട്ടിട്ട് എഴുതിയാൽ മതി. റംസിയ, ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്.
MC ഒക്കെ ആരെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നോട്ട്, ഈ അബ്രിവിയേഷൻസിന്റെ നോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ആരെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഓ സാമ എന്ന് പറയുന്നത് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. DAOR എന്ന് പറയുന്നത് ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. നെക്സ്റ്റ് DOPR ആണ് കേട്ടോ. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. AMA എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് AMA കേട്ടോ. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഇതൊക്കെ എന്താണ്, ഞാൻ ഈ പറഞ്ഞു തന്നതൊക്കെ AMA ആണ്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതായത് ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് ചില എക്സ്പാൻഡഡ് ഫോമിലാക്കി പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഓരോ ടേമുകൾ ഉണ്ട്, അത് മെഡിക്കൽ ഫീൽഡിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. DAOR എന്ന് പറയുന്നത് ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക് ആണ്. ഇനി DOPR എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പൊ ലാമ ഒന്നുകൂടി പറയാം കേട്ടോ. ലാമ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. സാമ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. DAOR ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, ഇതിനകത്ത് 2 പോയിന്റും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് വരുന്നതെന്ന്. 11th point, a patient who comes to casualty take treatment and leave hospital with CMO consent as OP consultations are given prescription based on patient's condition. അതായത് ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ, ഓക്കെ, കാഷ്വാലിറ്റി ചെല്ലുമ്പോൾ CMO ആണ് എന്ത് ചെയ്യുന്നത്, OP കൺസൾട്ടേഷനുള്ള പ്രിസ്ക്രിപ്ഷൻ അയാൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോ ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഒരു പേഷ്യന്റ് വയറുവേദന വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ അയാള് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലാണ്. രാത്രി ആയതുകൊണ്ട് എന്ത് പ്രവർത്തിക്കില്ല, OP പ്രവർത്തിക്കില്ല അല്ലെ, അതെല്ലാവർക്കും അറിയാം. അയാള് കാണിക്കുന്നത് എവിടെയാ, കാഷ്വാലിറ്റിയിലാണ് കാണിക്കുക. ഓക്കെ, കാഷ്വാലിറ്റിയിൽ കാണിച്ചു. കാഷ്വാലിറ്റിയിലെ ഡോക്ടർ വന്ന് എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ പരിശോധിച്ചു, മരുന്ന് കൊടുത്തു. ആ ഒരു ദിവസം, ആ ഒരു ഡേ, ഒരു നൈറ്റ് ആ ഒരു പേഷ്യന്റ് എന്ത് ചെയ്തു, അവിടെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വയറുവേദന, അതായത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, വയറുവേദന വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു, അതിന്റെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചു. ഓക്കെ, കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറെയാണ് കാണിക്കുന്നത്. അത് ചെക്ക് ചെയ്തപ്പോൾ ഈ കാഷ്വാലിറ്റി ഡോക്ടർ പറയാണ് ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഫിസീഷ്യനെ കാണിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഫിസീഷ്യന്റെ അടുത്ത് അല്ലെ, ഫിസീഷ്യന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കാണ്, അതായത് ഒരു ചീട്ടല്, ഒരു പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എന്താണ് മേടിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്, ഒരു ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ടാ പോവുക, ഡോക്ടറുടെ അല്ലെങ്കിൽ OP-യിലുള്ള ഡോക്ടറിന്റെ അടുക്കലായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് കാഷ്വാലിറ്റിയിലെ പ്രൊസീജിയർ നടക്കുന്നത് കേട്ടോ. അവരെപ്പോഴും റെഫർ ചെയ്യുന്നത് OP-യിലോട്ടാണ്. ഓക്കെ, then 12th point, the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഓരോ ഹോസ്പിറ്റലിലും ഒരു സംഘടിത ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ട്. ഓക്കെ,
അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് എവിടെയുണ്ട്, ഓരോ ഹോസ്പിറ്റലിലും ഉണ്ട്. ആ ഹോസ്പിറ്റൽ പ്ലാനിങ് അനുസരിച്ച് മുൻപോട്ട് പോയാൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നതെങ്കിൽ അവിടെ വിട്ടു പോകുന്ന രോഗി എന്ന് പറയുന്നത് 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അതായത് അവിടെ വിട്ടു പോകുമ്പോൾ അവർക്ക് തോന്നില്ല, അതായത് ഞാൻ ഇത്രയും ദിവസം ഇവിടെ കിടന്നത് വെറുതെ ആയി, എനിക്ക് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും കിട്ടില്ല, എന്റെ പൈസ പോയത് മാത്രമാണ് എനിക്ക് മിച്ചമായിട്ട് വരുന്നത് എന്നൊരു തോന്നല് അവർക്ക് ഉണ്ടാവുകയില്ല. ഇപ്പൊ ഒരു ഓർഗനൈസർ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഓർഗനൈസ്ഡ് ഡിസ്ചാർജ് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്താല് നല്ല രീതിയിൽ എന്താകും, ഡിസ്ചാർജ് അവിടെ നടത്തപ്പെടും. ഓക്കെ, അപ്പോ ഇതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ്. ഇന്ന് ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്ന് ഇത്രയും എടുക്കുന്നുള്ളൂ. ഓക്കെ, ഡാമയോ സാമയോ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ലെവൻ എന്നുകൂടി പറയണം അല്ലെ. അതായത് കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അയാളിപ്പോ കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് അയാളെ ഡിസ്ചാർജ് ചെയ്യും അല്ലെ, അയാൾ അവിടെ നിന്ന് വിടും. ഓക്കെ, അതൊരു ഡിസ്ചാർജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കൂടാതെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്, OP-യിലേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച്. ഓക്കെ, ആർക്കും ഒരു ഡൗട്ടും ഇല്ല? 10th പോയിന്റ്. അതായത് ലാമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗികളാണെങ്കിൽ, അതായത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതാണ് അങ്ങനെ പോകുന്ന പേഷ്യന്റിന്റെ സൈൻ എന്ത് ചെയ്യണം, ഇൻ പേഷ്യന്റ് റെക്കോർഡിൽ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ കൺസെന്റ് എന്തിനാ സാധാരണ ഹോസ്പിറ്റലില് നിന്ന് എന്താ പറയാ മേടിച്ചു വെക്കുന്ന എന്തിനാ, അതായത് ഹോസ്പിറ്റലില് അങ്ങനെ പോകുന്ന, അതായത് ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന വ്യക്തികളാണെങ്കിൽ, പേഷ്യൻസ് ആണെങ്കിൽ, അവർ പോകുന്ന വഴി ഡെത്ത് ആവുകയാണെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ പേരിൽ എന്ത് വരാൻ പാടില്ല, ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് പാടുള്ളതല്ല അല്ലെ. കാരണം അത് അവർ സ്വന്തം റിസ്കിലാണ് പോകുന്നത്, ഡോക്ടർ പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അവർ പോകുന്നത്. അങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിനെതിരെ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു കൺസെന്റ് ഫോം, AMA ഫോം എന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഒരു ഫോം മേടിച്ചവിടെ സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെ, വൺ ടു 4 പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടത് അവിടെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ച്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ, ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അതൊരു പ്രൈമറി കൺസൾട്ടന്റ് ആണ് ഓർഡർ ഇടുന്നത്. ഓക്കെ, ഒരു ഡോക്ടർ നമ്മളോട് അഡ്വൈസ് ചെയ്യാണ് ഇയാൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാല് അതൊരു ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണ്. ഇനി അതല്ലാത്ത ഡിസ്ചാർജ് ആണ് എന്ത്, AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്, പേഷ്യന്റ് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈ ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർ ഉപദേശിക്കുന്ന ഒരു ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ അടുത്ത് വന്നിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യുന്നത്,
ഫയലില് രേഖപ്പെടുത്തുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ പേഷ്യൻസിനും വേണ്ടിയിട്ടാണ്. അത് നൽകുന്നത് പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമയത്താണെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? 1 തൊട്ട് 4 വരെയുള്ള പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. എയ്ത്ത് പോയിന്റ്, അതായത് നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അതായത് നഴ്സുമാർ എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. എത്ര പേര് ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരു ഡോക്ടർ എത്ര പേർക്ക് ഡിസ്ചാർജ് കൊടുത്തിട്ടുണ്ട്, അവരുടെയൊക്കെ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കണം. കൂടാതെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ആരാണ് എഴുതുന്നത് ഡോക്ടറാണ് അല്ലെ. ഞാൻ പറഞ്ഞ ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പേഷ്യന്റിന് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ പോകരുത്. അപ്പൊ അങ്ങനെ ഇത് വരുമ്പോൾ നഴ്സുമാർ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പേഷ്യന്റിനോട് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അതുപോലെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അവർ കേട്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന്, അത് പേഷ്യന്റ് ആകാം റിലേറ്റീവ് ആകാം, അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? സൈൻ വാങ്ങിച്ച് റെക്കോർഡിൽ സൂക്ഷിക്കണം. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ല, വേറെ നോട്ട്സ് ഒന്നുമില്ല. ഇത് ഇത്രയും മതി. ഈ നോട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു PDF നോട്ട് ഉണ്ടല്ലോ, അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. പലതരത്തിലുള്ള AMA ഞാൻ പറഞ്ഞു, അബ്രീവിയേഷൻസ് പറഞ്ഞു. ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, PG തലത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡിപ്ലോമ തലത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു PG ഡിപ്ലോമ സ്റ്റുഡൻസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ട് അതിനെ കുറിച്ച് അറിയേണ്ടത്. എന്നിരുന്നാലും 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കൊന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പറയട്ടെ? ഓക്കെ, നിങ്ങളിപ്പോ ഇത്രയും അബ്രീവിയേഷൻസ് എഴുതിയല്ലോ. അതിനകത്ത് ലാമയും എഴുതി ഡാമയും എഴുതി അല്ലെ. ലാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഡാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. നമുക്ക് കോമൺ ആയിട്ട് ഒരു ആൻസറേ കിട്ടുള്ളൂ. കാരണം എന്താ? ഡോക്ടറുടെ മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ ലാമയും ഡാമയും അല്ലെ. അപ്പൊ ഡാമ എന്ന് പറയുന്നത് എന്താണ്? ഡാമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണല്ലേ. അതായത് ഒരു രോഗി അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇവിടുന്ന് പോവാന്ന് തോന്നാണ്. അദ്ദേഹം ആരുടെ അടുത്താണ് ആദ്യം പറയാ? പോകണം എന്ന് ആദ്യം ആരുടെ അടുത്ത പറയാം? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആരുടെ അടുത്ത് ആദ്യം പറയാം? പറയുന്നത് ഡോക്ടറെ അടുത്ത് തന്നെയാ. കാരണം എന്താ? അല്ല, നേഴ്സല്ല, ഡോക്ടറെ അടുത്ത് തന്നെ പറയുള്ളൂ. നേഴ്സിന്റെ അടുത്ത് പറയില്ല കേട്ടോ. നേഴ്സിനോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഡോക്ടറെ അടുത്താ പറയാം. ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും അല്ലെ. അതായത് ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും പോണമെന്ന്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? തിരിച്ചു പറയും. എന്താ പറയാ? പെട്ടെന്ന് തന്നെ അയാള് വിടോ? എനിക്ക് പോണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിടോ അയാളെ? പെട്ടെന്ന് തന്നെ നിങ്ങൾ പൊയ്ക്കോന്ന് പറയോ? ഇല്ലല്ലേ. ഡോക്ടർ എന്താ പറയാ? അതായത് റിസ്കിനെ പറ്റി പറയും. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസ്കും കാര്യങ്ങളെ കുറിച്ച് പറയും. എന്നിട്ടും ഇയാൾ അനുസരിക്കുന്നില്ല. ഇയാൾ പറയണം, റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്ക് എന്തായാലും പോകണം എന്ന് പറയണം. എനിക്ക് ഇവിടെ എന്താ പറയാ, മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഹോസ്പിറ്റലുമായിട്ടെന്ന് പറയണം. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? കൺസെന്റ് ഫോം കൊടുക്കും. ഓക്കെ, കൺസെന്റ് ഫോം കൊടുത്തിട്ട് അതിനകത്ത് സൈൻ ചെയ്ത് മേടിക്കും. ഇതാണ് ഡാമ പേഷ്യന്റ് എന്ന് പറയുന്നത്. എന്നാൽ തിരിച്ച് ലാമയിലേക്ക് വരുമ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ. അതായത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആള് ഡോക്ടറോട് പറയാണ് എനിക്കിവിടെ നിൽക്കണ്ടെന്ന് പറയാണ്. നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താ പറയണം? ഡോക്ടർ പറയുന്നു പോവണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്നിട്ട് അയാൾ കേൾക്കുന്നില്ല. ദെൻ കൺസെന്റ് ഫോം കൊടുക്കുന്നു. പക്ഷെ ലാമയില് കൺസെന്റ് ഫോം സൈൻ ചെയ്യാനായിട്ട് അയാള് താല്പര്യം കാണിക്കുന്നില്ല. ഓക്കെ, സൈൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല.
അപ്പൊ അങ്ങനെയുള്ള ഇതില് വരുമ്പോ കൺസെന്റ് ഫോം അവിടെ സൈൻ ചെയ്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് എന്ത് ലാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ തന്നെ മിസ്സിംഗ് പേഷ്യന്റ്, നമ്മൾ ഒരു കോഡൊക്കെ എഴുതിയില്ലേ, മിസ്സിംഗ് പേഷ്യന്റുമായിട്ട് ഒരു കോഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോഡിൽ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് മിസ്സായ പേഷ്യന്റ് അവരെന്താണ് ഡോക്ടറോടോ നഴ്സിനോടോ അവിടെയുള്ള സെക്യൂരിറ്റിയോട് പോലും പറയാതെയാണ് എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോകുന്നത്. അപ്പൊ അതില് നമുക്ക് കൺസെന്റ് ഫോം നമുക്ക് മേടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കൺസെന്റ് ഫോം നമുക്ക് കിട്ടോ ചാടി പോകുന്ന പേഷ്യന്റ് കയ്യിൽ നിന്ന്? ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസ് എന്താ മിസ്സിംഗ് പേഷ്യന്റ് ഒക്കെ എന്താ ലാമ പേഷ്യൻസ് ആണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്നില്ലായിരിക്കുന്നു. ഡാമയില് നമുക്ക് കൺസെന്റ് ഫോം ആള് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ലാമയിൽ വരുമ്പോൾ കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ, ലാമ പേഷ്യൻസിന്റെ സൈൻ ഇൻ റെക്കോർഡിലാണ് സൂക്ഷിക്കുന്നത്. കൺസെന്റ് ഫോമിന്റെ കാര്യം അവിടെ പരാമർശിക്കുന്നേ ഇല്ല. ഓക്കെ, സൈൻ വേണമേ ആൾക്ക് ജസ്റ്റ് ഒരു സൈൻ ചെയ്ത് കൊടുക്കാൻ ഞാൻ പോവാണ്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ആ ഫോമിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും അയാൾ എഴുതുന്നില്ല. ഞാൻ പോയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റലാണ്, ഒന്നും ഉത്തരവാദികളല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതില്ല. ജസ്റ്റ് ഒരു സൈൻ മാത്രം വെച്ച് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് അങ്ങനെ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി, ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്നാ. ഓക്കെ, DAOR DOPR ഒന്നും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ വേണ്ട, അതിന്റെ അപ്ലിക്കേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് മെയിൻ ആയിട്ട് ടാമ ലാമയാണ് നമ്മുടെ PDF നോട്ടിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ചുരുക്കി ഷോർട്ട് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Okay, ma'am. Thank you. Thank you. Thank you, ma'am.